നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പക്ഷികളെക്കുറിച്ചാണ്. കുറേ പേര് ആവശ്യപ്പെട്ട ഒരു വിഷയമാണ്. അതെ. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ശരിയാണ്. പക്ഷേ ഇത് വെറുമൊരു ചോദ്യോത്തരം എന്നതിനേക്കാൾ അതിലെ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായി സംസാരിക്കാം നമുക്ക്. അതെ, ഒരു ചർച്ച പോലെ പോകാം. അപ്പോൾ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ ചർച്ച ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനോ? തീർച്ചയായും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യുക. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ആദ്യത്തെ ചോദ്യം. ഇത് വളരെ സാധാരണയായി കേൾക്കുന്ന ഒന്നാണ്. Question 1. Which of the following birds is the national bird of India? ഓ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി? ഇത് മിക്കവർക്കും അറിയാമായിരിക്കും അല്ലേ? മയിലാണ് ഉത്തരം. മയിൽ. അതെ. അതിന്റെ ആ ഒരു ഭംഗിയും പിന്നെ നമ്മുടെ സംസ്കാരത്തിലുള്ള സ്ഥാനവും ഒക്കെ കണക്കിലെടുത്താണ് 1963 തോന്നുന്നു മയിലിനെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്തത്. ശരിയാണ്. ആൺമയിലിന്റെ പീലിയാണല്ലോ ഏറ്റവും ആകർഷകം. അതെ അതെ. ഇനി അടുത്തത്, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പറക്കുന്ന പക്ഷി. Question 2. Which bird is known as the fastest flying bird in the world? ഇതേതാണ്? ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള പറക്കുന്ന പക്ഷി എന്നറിയപ്പെടുന്നത് ഏത്? ഇത് പെരിഗ്രിൻ ഫാൽക്കൺ ആണ്. പെരിഗ്രിൻ ഫാൽക്കൺ. അതെ. സാധാരണ പറക്കുമ്പോൾ അത്ര വേഗത കാണില്ല. പക്ഷെ ഇര പിടിക്കാൻ വേണ്ടി മോളിന്ന് താഴേക്ക് ഒരു വരവുണ്ട്, ഒരു ഡൈവ്. ആ സമയത്ത് മണിക്കൂറിൽ ഏകദേശം 320 കിലോമീറ്റർ വരെ വേഗത വരും. ഓഹോ, ഭയങ്കരം തന്നെ. ഒരു റേസ് കാറിനേക്കാൾ വേഗതയാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വന്നാൽ Question 3. Which bird is the state bird of Kerala? കേരളത്തിന്റെ സംസ്ഥാന പക്ഷി ഏത്? ഇത് മലമുഴക്കി വേഴാമ്പലാണ്. ഗ്രേറ്റ് ഹോൺബിൽ. മലമുഴക്കി വേഴാമ്പൽ. അതെ. ആ വലിയ കൊക്കും അതിന്റെ മുകളിൽ ഒരു ഹെൽമെറ്റ് പോലെ ഒരു ഭാഗവുമൊക്കെ ഇല്ലേ? അതാണ് തിരിച്ചറിയാനുള്ള എളുപ്പവഴി. ശരിയാണ്. പശ്ചിമഘട്ടത്തിലെ കാടുകളിലാണ് കൂടുതലും കാണുന്നത്. അതിന്റെ ചിറകടി ശബ്ദം ദൂരെ കേൾക്കാം, മല മുഴക്കുന്ന പോലെ. അതുകൊണ്ടാണ് പേര് വന്നത്. അതാണ് കാര്യം. ഓക്കെ, അടുത്ത ചോദ്യം. Question 4. Which bird is often seen diving into water to catch fish? മീൻ പിടിക്കാൻ വെള്ളത്തിലേക്ക് ഊളിയിടുന്നത് ഏത് പക്ഷി? ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്നതാണ്. പൊന്മാൻ, കിങ്ഫിഷർ. പൊന്മാൻ. അതെ. പുഴയുടെയോ കുളത്തിന്റെയോ ഒക്കെ സൈഡിലിരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കും. മീനിനെ കണ്ടാൽ ഒറ്റച്ചാട്ടമാണ് വെള്ളത്തിലേക്ക്. നല്ല ഭംഗിയുള്ള പക്ഷിയാണ്. അതെ, നല്ല നീല നിറമൊക്കെയുള്ള. ഇനി പറക്കാൻ പറ്റാത്ത പക്ഷികളുടെ കാര്യം. Question 5. Which of the following birds cannot fly? താഴെ പറയുന്നവയിൽ പറക്കാൻ കഴിയാത്ത പക്ഷി ഏത്? ഈ ഓപ്ഷൻസില് പെൻഗ്വിനുണ്ട്. പെൻഗ്വിനുകൾക്ക് പറക്കാൻ പറ്റില്ല. പെൻഗ്വിൻ. അതെ. ഇവയുടെ ചിറകുകൾ ശരിക്കും പറഞ്ഞാൽ നീന്താൻ വേണ്ടിയുള്ള തുഴകൾ പോലെയാണ്. വെള്ളത്തിനടിയിൽ നല്ല സ്പീഡിൽ നീന്തും. ഓഹോ. പിന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണല്ലോ ഇവ ജീവിക്കുന്നത്. അതെ, അന്റാർട്ടിക്കയിലൊക്കെ. അതെ. അത് 13ാമത്തെ ചോദ്യത്തിനും വരുന്നുണ്ട്. ശരി. ഇനി മനുഷ്യരുടെ സംസാരം അനുകരിക്കുന്ന ഒരു പക്ഷി. ഇതെല്ലാവർക്കും അറിയാം. Question 6. Which bird is known to mimic human speech? ഇത് തത്ത തന്നെയല്ലേ? അതെ, തത്ത. ചില തത്തകൾക്ക് നമ്മൾ പറയുന്നത് കേട്ട് അതുപോലെ പറയാനൊരു പ്രത്യേക കഴിവുണ്ട്. ശരിയാണ്. ആഫ്രിക്കൻ ഗ്രേ പാരറ്റൊക്കെ നന്നായി സംസാരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതെ, അവര് മിടുക്കരാണ്. ഇനി വലിപ്പത്തിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ ഏറ്റവും ചെറിയ പക്ഷി. Question 7. Which is the smallest bird in the world? ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ഏത്? ഇത് ഹമ്മിങ് ബേർഡ് ആണ്. ഹമ്മിങ് ബേർഡ്. അതിലും ചെറുത് ശരിക്കും ബീ ഹമ്മിങ് ബേർഡ് എന്ന് പറയും. ക്യൂബയിലാണെന്ന് തോന്നുന്നു കാണുന്നത്. ഓഹോ. എത്ര ചെറുതായിരിക്കും? ഏതാണ്ടൊരു 5 സെന്റിമീറ്റർ നീളം. ഭാരം ഒരു 2 ഗ്രാമിൽ താഴെ. 2 ഗ്രാം? അതെ. ഒരു വലിയ തേനീച്ചയുടെ അത്രയും വരൂ. അത്ഭുതം തന്നെ. ഈ ഹമ്മിങ് ബേർഡിന് നവളു പ്രത്യേകത കൂടിയുണ്ടല്ലോ. പിന്നോട്ട് പറക്കാൻ കഴിയും. അതെ. Question 8. Which bird can fly backwards? പിന്നോട്ട് പറക്കാൻ കഴിയുന്ന പക്ഷി ഏത്? ഹമ്മിങ് ബേർഡ് തന്നെ. ഇത് ഹമ്മിങ് ബേർഡിന് മാത്രം പറ്റുന്ന ഒന്നാണോ? അതെ. മുന്നോട്ട് മാത്രമല്ല, പിന്നോട്ട്, വശങ്ങളിലേക്ക്, പിന്നെ ഒരേ സ്ഥലത്തിങ്ങനെ നിശ്ചലമായി നിൽക്കാൻ, ഹോവർ ചെയ്യാനൊക്കെ പറ്റും. എങ്ങനെ അതിന് സാധിക്കുന്നത്? അതിന്റെ ചിറകടി ഭയങ്കര വേഗത്തിലാണ്. ഒരു സെക്കൻഡിൽ 50 തൊട്ട് 80 തവണ വരെ ചിറകടിക്കും. ഓ. ആ വേഗതയാണ് ഈ അഭ്യാസങ്ങൾക്കൊക്കെ കാരണം. കൊള്ളാം. ഇനി കേരളത്തിലെ കാടുകളിലേക്ക് തിരിച്ചുവരാം.
Question 9. Which bird has a long, curved beak and is found in Kerala's forests? നീണ്ട വളഞ്ഞ കൊക്കും കേരളത്തിലെ കാടുകളിൽ കാണുന്നതുമായ പക്ഷി ഏത്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വേഴാമ്പലാണ്, ഹോൺബിൽ. ആ, മലമുഴക്കി വേഴാമ്പൽ ഉൾപ്പെടെ. അതെ, അവയ്ക്ക് ആ വളഞ്ഞ വലിയ കൊക്കുണ്ടല്ലോ. ശരി. അടുത്തത് പക്ഷികളുടെ തൂവലിനെക്കുറിച്ചാണ്. Question 10. What do birds use their feathers for? പക്ഷികൾ അവയുടെ തൂവലുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ്. 1 പറക്കാൻ. ഓക്കെ. 2 ശരീരത്തിലെ ചൂട് നിലനിർത്താൻ, തണുപ്പിൽ നിന്നൊക്കെ രക്ഷ നേടാൻ. അപ്പോൾ ഒരു ഇൻസുലേഷൻ പോലെ. അതെ, ഒരു പുതപ്പ് പോലെ. പിന്നെ പറക്കാൻ ആവശ്യമായ ആ ഒരു എയറോഡൈനാമിക് ഷേപ്പ് കൊടുക്കുന്നതും തൂവലുകളാണ്. ശരി. ഇനി വയലുകളിലേക്ക് പോകാം. Question 11. Which bird is often seen in fields, helping farmers by eating insects? വയലുകളിൽ കർഷകരെ സഹായിച്ച് പ്രാണികളെ തിന്നുന്ന പക്ഷിയേത്? ഇത് നമ്മുടെ കാലിമുണ്ടി, അല്ലെങ്കിൽ കാലിക്കൊക്ക് എന്നു പറയും. കാറ്റ്ലെഗ്രറ്റ്. ആ, പശുക്കളൊക്കെ നടക്കുമ്പോൾ കൂടെ കാണാറുണ്ടല്ലോ. അതെ, പശുക്കൾ പുല്ലുമേയുമ്പോ തട്ടിത്തെറിപ്പിക്കുന്ന പുഴുക്കളെയും പ്രാണികളെയുമൊക്കെ ഇവ പെറുക്കി തിന്നും. അപ്പൊ കർഷകർക്കൊരു സഹായമാണ്. ഒരു തരത്തിൽ അതെ. അടുത്തത് ശവം തീനികളെക്കുറിച്ചാണ്. Question 12. Which of these birds is a scavenger? താഴെ പറയുന്നവയിൽ ഒരു ശവം തീനി സ്കാവെഞ്ചർ ഏതാണ്? ഇത് കഴുകനാണ്, വൾച്ചർ. കഴുകൻ. അതെ, ചത്ത മൃഗങ്ങളെയൊക്കെ തിന്ന് പരിസരം വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷികളാണ്. പ്രകൃതിയുടെ സ്വന്തം ശുചീകരണ തൊഴിലാളികളെന്ന് പറയാം. ശരിയാണ്. അവയുടെ എണ്ണം കുറയുന്നത് വലിയ പ്രശ്നമാണല്ലോ. വളരെ വലിയ പ്രശ്നമാണ്. ഇനി 13ാമത്തെ ചോദ്യം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. Question 13. Which bird lives in Antarctica and cannot fly? അന്റാർട്ടിക്കയിൽ ജീവിക്കുകയും പറക്കാൻ കഴിയാത്തതുമായ പക്ഷിയേത്? ഇത് പെൻഗ്വിൻ തന്നെ. പെൻഗ്വിൻ. തണുപ്പുള്ള സ്ഥലത്ത് ജീവിക്കുന്നു, പറക്കാൻ പറ്റില്ല, പക്ഷേ നല്ല നീന്തൽക്കാരാണ്. ഓക്കെ. ഇനി ദേശാടന പക്ഷികളിലേക്ക്. Question 14. Which of the following birds is migratory and visits India in winter? താഴെ പറയുന്നവയിൽ ദേശാടന പക്ഷിയായി ശൈത്യകാലത്ത് ഇന്ത്യ സന്ദർശിക്കുന്നത് ഏത്? തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ ഫ്ലെമിംഗോ ഉണ്ട്, രാജഹംസം. ഫ്ലെമിംഗോ. അതെ. സൈബീരിയ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് തണുപ്പ് കൂടുമ്പോൾ അവ കൂട്ടമായി നമ്മുടെ നാട്ടിലെ തണ്ണീർത്തടങ്ങളിലേക്കൊക്കെ വരും. ആ, ഭക്ഷണം തേടിയും കാലാവസ്ഥയിൽ നിന്നും രക്ഷ നേടാനും. അതെ. ഇനി പക്ഷികളുടെ കൊക്കിനെക്കുറിച്ചൊരു ചോദ്യം. Question 15. What do birds use their beaks for? പക്ഷികൾ അവയുടെ കൊക്കുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾക്ക്. ഏറ്റവും പ്രധാനം ഭക്ഷണം കഴിക്കാൻ തന്നെ. ശരി. പിന്നെ കൂടുണ്ടാക്കാന്, പിന്നെ തൂവലുകളൊക്കെ വൃത്തിയാക്കി മിനുക്കാന്, ചിലപ്പോ പ്രതിരോധിക്കാനുമൊക്കെ. ഓരോ പക്ഷിക്കും അതിന്റെ ഭക്ഷണരീതി അനുസരിച്ച് കൊക്കിന് മാറ്റം കാണുമല്ലോ. തീർച്ചയായും. വിത്ത് തിന്നുന്നവർക്ക് കട്ടിയുള്ള കൊക്ക്, തേൻ കുടിക്കുന്നവർക്ക് നീണ്ട കൊക്ക്, മാംസം കഴിക്കുന്നവർക്ക് കൂർത്ത വളഞ്ഞ കൊക്ക്, അങ്ങനെ. കൊള്ളാം. ഇനി പറക്കുമ്പോൾ ദിശ മാറ്റാൻ നിയന്ത്രിക്കാനും സഹായിക്കുന്നത് എന്താണ്? Question 16. Which body part helps a bird steer while flying? അത് വാലാണ്. Tail. വാൽ. അതെ, ഒരു വിമാനത്തിന്റെ റഡ്ഡർ പോലെ മുകളിലേക്കും താഴേക്കും തിരിയാനും ബ്രേക്ക് ചെയ്യാനും ബാലൻസ് ചെയ്യാനുമൊക്കെ ഈ വാൽ സഹായിക്കും. ഓക്കെ. അടുത്തത് 17ാമത്തെ ചോദ്യം. Question 17. Which bird is seen flying over seas and catches fish while gliding? കടലിന് മുകളിലൂടെ പറക്കുകയും ഊളിയിട്ട് മീൻ പിടിക്കുകയും ചെയ്യുന്ന പക്ഷിയേത്? ഇത് കടൽക്കാക്കയായിരിക്കും. സീകൾ. കടൽക്കാക്ക. അതെ, കടൽത്തീരത്തും തുറമുഖത്തുമൊക്കെ ധാരാളം കാണുമല്ലോ. മീനുകളും മറ്റ് കടൽ ജീവികളും പിന്നെ നമ്മൾ കളയുന്ന ഭക്ഷണാവശിഷ്ടങ്ങളുമൊക്കെ കഴിക്കും. ശരി. ഇനി പാട്ടുകാരുടെ കാര്യം. Question 18. Which bird is famous for its call and is known as the Indian nightingale? അതിന്റെ ശബ്ദത്തിന് പേര് കേട്ടതും ഇന്ത്യൻ നൈറ്റിംഗേൽ എന്നറിയപ്പെടുന്നതുമായ പക്ഷി ഏത്? ഇത് കുയിൽ ആണ്. കോയൽ. കുയിൽ. ആ മധുരമായ കൂ കൂ ശബ്ദം കേൾക്കാത്തവരുണ്ടാവില്ല. വസന്തകാലത്തൊക്കെയാണ് കൂടുതൽ കേൾക്കുക. ശരിയാണ്. അടുത്തത് പക്ഷികളെക്കുറിച്ചുള്ള പഠനം. Question 19. What is the study of birds called? പക്ഷികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത്? ഓർണിത്തോളജി. ഓർണിത്തോളജി. അതെ, പക്ഷി നിരീക്ഷണമൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ. 20ാമത്തെ ചോദ്യം ദേശാടനത്തെക്കുറിച്ചാണ്. Question 20. Which bird migrates the longest distance each year?
ഓരോ വർഷവും ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം ചെയ്യുന്ന പക്ഷി ഏത്? ഇത് ആർട്ടിക് ടേൺ എന്ന പക്ഷിയാണ്. ആർട്ടിക് ടേൺ. അതെ, പേര് സൂചിപ്പിക്കുന്ന പോലെ ആർട്ടിക് പ്രദേശത്ത് പ്രജനനം നടത്തും. എന്നിട്ട് നേരെ തെക്കേ അറ്റത്തുള്ള അന്റാർട്ടിക്ക വരെ പറക്കും. എന്നിട്ട് തിരിച്ചുവരും. അവിശ്വസനീയം. എത്ര ദൂരം വരും അത്? ഒരു വർഷം ഏകദേശം 70,000 കിലോമീറ്ററിൽ കൂടുതൽ. ഭൂമിയെ 2 തവണ ചുറ്റിവരുന്ന ദൂരമാണിത്. ഓഹോ, എന്തൊരു യാത്ര. അതെ. ഇനി മരംകൊത്തിയിലേക്ക്. Question 21. Which bird is known for tapping tree trunks to find food? ഭക്ഷണം കണ്ടെത്താൻ മരത്തടികളിൽ കൊട്ടി ശബ്ദമുണ്ടാക്കുന്ന പക്ഷി ഏത്? പേരിൽ തന്നെയുണ്ട് മരം കൊത്തി. വുഡ്പെക്കർ. മരം കൊത്തി. മരത്തിന്റെ തൊലിക്കടിയിലും പൊത്തിലുമൊക്കെയുള്ള പുഴുക്കളെയും പ്രാണികളെയും കണ്ടുപിടിക്കാനും പുറത്തെടുക്കാനുമാണ് ഈ കൊത്തുന്നത്. ഓക്കേ. അടുത്തത് സമാധാനത്തിന്റെ പ്രതീകം. Question 22. Which bird is a symbol of peace? സമാധാനത്തിന്റെ പ്രതീകമായ പക്ഷിയേത്? ഇത് പ്രാവാണ്. ഡവ്. പ്രാവ്. പ്രത്യേകിച്ച് വെള്ളപ്രാവ്. ലോകം മുഴുവൻ സമാധാനത്തിന്റെ ചിഹ്നമായിട്ടാണ് അതിനെ കാണുന്നത്. ശരിയാണ്. ഇനി പറക്കാത്ത പക്ഷികളുടെ ഏറ്റവും വലുത്. Question 23. Which is the largest bird that can't fly? പറക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ പക്ഷി? ഇത് ഒട്ടകപ്പക്ഷിയാണ്. ഓസ്ട്രിച്ച്. ഒട്ടകപ്പക്ഷി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതെ, ജീവിച്ചിരിക്കുന്ന പക്ഷികളിൽ ഏറ്റവും വലുത്. പറക്കാൻ പറ്റില്ലെങ്കിലും നല്ല വേഗത്തിലോടും. എത്ര വേഗത്തിലോടും? മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത കിട്ടും. കൊള്ളാം. അടുത്തത് താറാവിന്റെ കാലുകളെക്കുറിച്ചാണ്. Question 24. What type of feet do ducks have? താറാവിന് ഏത് തരം കാലുകളാണുള്ളത്? താറാവിന്റെ കാലുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വിരലുകൾക്കിടയിലൊരു പാട പോലെ. ഉണ്ട്. അതിനാണ് ചർമ്മബന്ധിതമായ പാദങ്ങൾ അല്ലെങ്കിൽ വെബ്ഡ് ഫീറ്റ് എന്ന് പറയുന്നത്. വെള്ളത്തിൽ നീന്താൻ ഇത് നന്നായി സഹായിക്കും. ഒരു തുഴ പോലെ. ശരി. 25ാമത്തെ ചോദ്യം. കേരളത്തിലെ തണ്ണീർത്തടങ്ങളിൽ കാണുന്ന പക്ഷി. Question 25. Which of these birds is mostly found in wetlands of Kerala? നമ്മുടെ നാട്ടിലെ വയലുകളിലും കുളങ്ങളിലും സാധാരണ കാണുന്ന കൊക്ക് തന്നെ. ഈഗ്രറ്റ്. കൊക്ക്. പലതാൻ കൊക്കുകളുണ്ടല്ലോ. അതെ, ചിന്നമുണ്ടി, പെരുമുണ്ടി, കാലിമുണ്ടി, അങ്ങനെ. ഓക്കെ. 26ാമത്തെ ചോദ്യം വീണ്ടും മരംകൊത്തിയെക്കുറിച്ചാണ്. Question 26. Which bird has a loud drumming sound made with its beak? കൊക്കുകൊണ്ടുച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന പക്ഷിയേത്? ഇത് മരംകൊത്തി തന്നെ. ഭക്ഷണം കണ്ടെത്താനാണോ ഈ ശബ്ദം? ഭക്ഷണം കണ്ടെത്താൻ കൊട്ടാറുണ്ട്. പക്ഷെ ഈ ഡ്രമ്മിംഗ് എന്ന് പറയുന്ന, അതായത് ടകടകടകട എന്ന വേഗത്തിൽ അടുപ്പിച്ചു കൊട്ടുന്നത്, അത് പ്രധാനമായും ഇണയെ ആകർഷിക്കാനും പിന്നെ ഇതെന്റെ സ്ഥലമാണ് എന്ന് മറ്റു മരംകൊത്തികളെ അറിയിക്കാനുമൊക്കെയാണ്. ഓഹോ, അപ്പോ അതൊരു ആശയവിനിമയം കൂടിയാണ്. അതെ. അവസാനത്തെ സിംഗിൾ ആൻസർ ചോദ്യം. Question 27. Which bird lays the largest egg? ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏത്? ഇത് നമ്മൾ നേരത്തെ ഒട്ടകപ്പക്ഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു. ഒട്ടകപ്പക്ഷി തന്നെ. അതെ, ഒട്ടകപ്പക്ഷി. അതിന്റെ മുട്ടയ്ക്ക് ഏകദേശം 1.5 കിലോ ഭാരം വരും. 1.5 കിലോ? ഏകദേശം 24 കോഴിമുട്ടയുടെ വലിപ്പം. കൊള്ളാം. അപ്പൊ നമ്മള് 27 ചോദ്യങ്ങളിലൂടെ കടന്നുപോയി. അപ്പോ ഈ ചർച്ച എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വിവരങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും പഠിക്കുന്ന കുട്ടികൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.